ഓക്കെ, 2026 ബാങ്ക് എക്സാം മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ SBI PO ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ SBI ക്ലർക്ക് IBPS ക്ലർക്കിൻ്റെ ടെസ്റ്റ് ചെയ്ത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ DA ആണ്. ഓക്കെ, ലൈൻ ഗ്രാഫ് DA ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻ ഗ്രാഫ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ദ ലൈൻ ഗ്രാഫ് ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് ആൻഡ് ടേബിൾസ് sold by 5. Okay, chairs and tables sold by 5 different companies A, B, C, D, E. ഇപ്പോൾ 100, 200, 300 ഇപ്പോൾ ഇവിടെ എത്ര വരകളുണ്ട്? 100 കഴിഞ്ഞിട്ട് 20, 40, 60, 80 അങ്ങനെയാണ്. അപ്പം 100 കഴിഞ്ഞ് 120, 140, 160, 180, 200 അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പം ഡേറ്റാസ് എല്ലാം എടുത്ത് എഴുതാം. അപ്പോൾ ഇത് ഡയറക്റ്റ് ആണ്, ഡേറ്റാസ് എല്ലാം ഡയറക്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് എഴുതി ചെയ്യാം, അതല്ലാതെ വേണം ചെയ്യാം. നമുക്ക് അല്ലാതെ നോക്കി ചെയ്യാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ് sold by A and E together is what percentage more or less than the total number of tables sold by C and E together. അപ്പം എയും ഇയുടെ ടുഗദർ ആയിട്ടുള്ള ചെയർസ് കാണാം. എ ചെയർ ഇതാണല്ലോ, നീലയാണല്ലോ, 540. എ 540 പ്ലസ് എയും ഇയും ഈ 560. ടോട്ടൽ അപ്പോൾ എത്ര? 500, 500, 1000, 60, 40, 100, 1100. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? സി ആൻഡ് ഇ ടുഗദർ. സി ആൻഡ് ഇയുടെ എന്താണ്? ടേബിൾസ് ആണ്. ഓക്കെ, ടേബിൾസ് ആണ്. സിയുടെ ടേബിള് 500, ഇയുടെ ടേബിള് 300. അപ്പോൾ അതിൻ്റെ 500ഉം 300ൻ്റെയും കൂടെ സമ്മാണ്. അതെത്ര? ടോട്ടൽ 800 വരും. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇത് എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? ഞാൻ ആദ്യം സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, 800-നേക്കാൾ എത്ര കൂടുതലാ? 1100, 300 കൂടുതൽ. ഇതാണ് ആ ഡിഫറൻസ്. ഇനി ആരെ വെച്ചാൽ കമ്പയർ ചെയ്യേണ്ട? അയാളായിരിക്കും താഴെ വരുന്നത് ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ ചോദിച്ചില്ലേ, അതാണ് കമ്പയറിങ് ക്വാണ്ടിറ്റി. ലെസ് ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ടേബിൾ സോൾഡ് ബൈ സി ആൻഡ് എ. അപ്പോൾ അത് 800 ആണല്ലോ, 800 × 100. ഇത് എളുപ്പം എങ്ങനെ ചെയ്യാം? ഈ 2 സീറോസ് ക്യാൻസൽ ചെയ്യുക. 3/8 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പഠിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞു. എത്ര? 1/8 എന്ന് പറയുന്ന ഫ്രാക്ഷണൽ വാല്യൂ എത്ര പെർസെൻറ്റേജാ? 12.5. 3/8 എത്രയായിരിക്കും? 37.5% ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അത് അറിയാത്തവർക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടാലും ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 20% of the total number of chairs are unsold in B out of the total number of chairs manufactured by B, and 40% of the tables are sold by B out of the total number of tables manufactured by B. Find the difference between the total number of chairs and the total number of tables manufactured by. എന്താ ഇപ്പൊ മാനുഫാക്ചർഡ്? ഇവിടെ നമുക്ക് സോൾഡ് ആണ്, എത്ര എണ്ണം വിറ്റു എന്നുള്ളതിന്റെ കണക്ക്. അപ്പൊ ഇവർ പുതിയൊരു കാര്യം പറയാ, എത്ര എണ്ണം മാനുഫാക്ചർ ചെയ്ത അതനുസരിച്ച് പറയാൻ പോകും. അപ്പൊ നോക്കിയേ, അപ്പൊ മാനുഫാക്ചർ ചെയ്തതാണ് 100%. അത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിൽ 20% ഓഫ് ദ നമ്പർ ഓഫ് ചെയർസ് അൺസോൾഡ് ഏതാ? ബിയില് സോൾഡ് ആയിട്ടുള്ള എത്ര? ബിയില് ചെയർസ് സോൾഡ് എത്രയായിരുന്നു? 380 അല്ലയോ? ബിയിലെ സോൾഡ് ആയിട്ടുള്ള ചെയർസ് എത്രയായിരുന്നു? 380. അപ്പൊ അൺസോൾഡ് ആയിട്ടുള്ള കുറച്ച് കാണുമല്ലോ. അപ്പോൾ ഇവിടെ 20% ഓഫ് ദ ടോട്ടൽ. ഇപ്പോൾ ടോട്ടൽ എത്രയോ ചെയർസ് മാനുഫാക്ചർ ചെയ്തു, അതിന് 20% അൺസോൾഡ് ആണെന്ന് പറഞ്ഞാൽ ബാക്കി അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും സോൾഡ്? 80% ആയിരിക്കും. ഈ നമ്പർ 80% ആണ് 380 എങ്കിൽ ഇവിടെ 8നെ ഡയറക്റ്റ് ഇവിടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് 4% കണ്ടുപിടിക്കും. കാര്യം നമുക്ക് 100% വേണമല്ലോ. 4% ഇതിൻ്റെ പകുതി വരും. 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19. അങ്ങനെയാണെങ്കിൽ 100% എങ്ങനെ കണ്ടുപിടിക്കാം? 25 കൊണ്ട് ഗുണിച്ചാൽ പോരെ. 25 × 19. 25നെ 19 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? ഞാൻ എപ്പോഴും പറയുന്നേ, 25നെ 20 കൊണ്ട് ഗുണിച്ചേ. 25നെ 20 കൊണ്ട് ഗുണിക്കാൻ 25 × 2 50, പിന്നെ ഒരു 0 കൊടുക്കുക, 500. ആ 500ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ഒരു 25 കുറച്ചാൽ പോരെ. അപ്പം 475 ആയിരിക്കും. അത് കിട്ടി. ഇനി എന്താ നമുക്ക്? അതായത് ബിയിൽ
മാനുഫാക്ചർ ചെയ്ത എത്രയോ ഷെയർസ് ഉണ്ട്, അതിൽ 20% അൺസോൾഡ്. അപ്പോൾ ബാക്കി 80% ആയിരിക്കും സോൾഡ്. അത് വെച്ചിട്ട് നമ്മൾ എടുത്തു. ഇനി അടുത്തത് പറയുന്ന നോക്കാം. 40% ടേബിൾസ് സോൾഡ്. അപ്പോൾ ടേബിൾസ് സോൾഡ് കറക്റ്റ് ഡയറക്റ്റ് ആണ്. അപ്പോൾ ബിയിലെ അല്ലേ ടേബിൾ സോൾഡ് എത്രയായിരുന്നു? 620. അപ്പോൾ ബാക്കി ഇപ്പോൾ 40% 620 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ 0 ക്യാൻസൽ ചെയ്യാൻ 4% 62 വരും. അപ്പോൾ ഇവിടുന്ന് 100% ആയിരിക്കും മാനുഫാക്ചേർഡ് അല്ലേ? അപ്പോൾ 25നെ 62 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എങ്ങനെ ഗുണിക്കാൻ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ 62ൽ 60 എന്നൊന്ന് കരുതി. 60നെ നിങ്ങൾ 15 4 എന്നാക്കിയേ. 15 × 4 60 ആണല്ലോ. ആ 4 എടുത്ത് 25 × 4 100. 100 × 15 1500. പിന്നെ ഒരു 2 25 കൂടെ ഉണ്ട്. അപ്പോൾ 1550 വരും. കറക്റ്റ് ആണല്ലോ? 25 × 60. ഓക്കെ, നമുക്കിനി എന്താ വേണ്ടത്? ഫൈൻഡ് ദ ഡിഫറൻസ് വിത്ത് ടോട്ടൽ നമ്പർ ഓഫ് ചെയർസ്. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മതി. ഇവിടെ 1550 475. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. 1550 450 ഡിഫറൻസ് എടുപ്പോൾ കണ്ടുപിടിക്കുക. അങ്ങനെ 1550 450 കുറച്ചാൽ 1100. ആ 1100 വീണ്ടും ഒരു 25 കൂടെ കുറയ്ക്കണം. അതായത് 450 അല്ല 475 കുറയ്ക്കണ്ടേ. അപ്പോൾ 1100 25 കൂടെ കുറച്ചാൽ 1075 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പോ. The ratio of the total number of wooden chairs to plastic chairs sold by C and D is 7:5 and 3:5 respectively. The total number of wooden chairs sold by C and D together is how many more or less than the total number of plastic chairs sold by C and D together? ഓക്കെ, അവർ പറഞ്ഞിരിക്കുക റേഷ്യോ ഓഫ് ദ. അപ്പോൾ ഇവിടെ പുതിയ രണ്ട് കാര്യം, വുഡൻ ചെയറും പ്ലാസ്റ്റിക് ചെയറും എന്ന് പറയാം. ആദ്യമേ ചെയർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ വുഡൻ ചെയർ ഉണ്ട്, പ്ലാസ്റ്റിക് ചെയർ ഉണ്ട്. അതിൽ സിയിലെ റേഷ്യോ എന്ന് പറയുന്നത് 7:5 അടുത്ത ഡിയിലെ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. ഓക്കെ, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വുഡൻ ചെയർസ് സോൾഡ് ബൈ C and D together is how many more or less than the total number of plastic chairs sold by C and D together? ഓക്കെ, അപ്പോൾ രണ്ടും കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഇത് സിയുടെ ആണല്ലോ, ഇത് ഡിയുടെ ആണല്ലോ. അപ്പോൾ സിയിലത് നമുക്ക് നോക്കാം. ചെയർ അല്ലേ? സിയിലെ ചെയർ 320 360. അതായത് ഇവിടുത്തെ 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റ് ആണ് ടോട്ടൽ 360. എങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? 30 വരും. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന എന്താ? വുഡൻ ചെയേഴ്സ് വേണമെങ്കിൽ 210. നോട്ട് ചെയ്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ഡിയിലെ നോക്കാം. 8 യൂണിറ്റ് ആണല്ലോ ഡിയിലത്. ചെയർ മൊത്തം കൂടെ 400. 8 യൂണിറ്റ് ആണ് 400. 8 യൂണിറ്റ് ആണ് 400 എങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? ക്യാൻസൽ ചെയ്യുമ്പോൾ 50 വരും. അത് വെച്ചിട്ട് ഇത് 150. ഓക്കെ, നമുക്ക് ഇതിന്റെ സമ്മും വേണം, ഇതിന്റെ സമ്മും വേണം. ഇവിടുത്തെ എത്ര ആയിരുന്നു? ഇവിടെ ക്വാണ്ടിറ്റി 30 അല്ലേ? അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ ആൾക്കാർ 150. ഇവിടെ എത്രയായിരുന്നു? 50 അല്ലേ? 250 വരും. ഇതിന്റെ സമ്മിന്റെ ഡിഫറൻസ് അത്. ഇത് 210 360. ഇത് 400. 360 400 തമ്മിൽ ഡിഫറൻസ് 40. എങ്ങനെയാണെന്ന് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് റേഷ്യോ പ്രകാരം ഓരോ യൂണിറ്റും കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിന്റെ സമ്മിന്റെ ഡിഫറൻസ് ആണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് ഈച്ച് ടേബിൾ സോൾഡ് ബൈ ഡി ആൻഡ് ഇ ഈസ് rupees x plus 200 and x minus 120 and the total amount received by D and E together for selling all the tables is rupees 4,08,000, then find the value of x. Okay, എന്താ പറഞ്ഞ? if the price of each table sold by D and E, ഡിയിലെ ഇയിലെ ടേബിൾ ആണ്. ഡിയിൽ എത്ര ടേബിൾ ഉണ്ടോ? ടേബിൾ ആകുമ്പം 420. ഇപ്പൊ 420 ടേബിള് വിറ്റു. ഓരോന്നിന് എത്ര രൂപ വീതം വന്നു? x plus 200 രൂപ വീതം. ഓക്കെ, അടുത്തത് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈല് എത്ര ടേബിള് വിറ്റു? 300 എണ്ണം. അത് ഓരോന്നിന് എത്ര രൂപ ഇതാ? x minus 120. ഇതിന്റെ ടോട്ടൽ സം, അതായത് ഇത്രയും കൂടെ കിട്ടിയ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്
എത്ര 40800. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ സീറോ എന്തായാലും ക്യാൻസൽ ചെയ്ത് കളയാം പെട്ടെന്ന് തന്നെ എല്ലായിടത്തുനിന്നും. പിന്നെ 6 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. 6 7 42, 6 5 30, ഇവിടെ 6 6 36, 4 48, 6 8 48 0. ഓക്കെ, ഇത്രയും ചെറുതാക്കി കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ വേണ്ടി അപ്പൊ 7x പ്ലസ് 7 ഗുണം 2 14 കഴിഞ്ഞിട്ട് 2 0 പ്ലസ് 5x മൈനസ് അല്ലേ. ഓക്കെ, 12 5 60 0 ഈസ് ഈക്വൽ ടു 6800. നമുക്ക് എക്സുകൾ ഒരുമിച്ച് കൊണ്ടുവരാം. 12x പ്ലസ് 1400 600 ആയ 800. ആ 800 അങ്ങ് അപ്പുറം പോകുമ്പോൾ മൈനസ് ആവുമല്ലോ. അപ്പോൾ 14x എന്ന് മാത്രം മതി. അല്ല, 12x ഈക്വൽ ടു 6000 എന്ന് വരും. 6000 അല്ലേ. 12 5. സോ എത്രയാ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. 12 5 6 500 ഉണ്ടല്ലേ, ഞാൻ ഈ ഓപ്ഷൻസ് കാണുള്ളൂ. സോ 500, എക്സിന്റെ വാല്യൂ കിട്ടി 500. ടോട്ടൽ എമൗണ്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേബിൾ സോൾഡ് ബൈ എ ആൻഡ് ഡി ടുഗദർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് സോൾഡ് ബൈ ഇ ആൻഡ് ബി ടുഗദർ. ഓക്കെ, എ ആൻഡ് ഡി ടുഗദർ ഉള്ള ടേബിള്, എ ആൻഡ് ഡി ടുഗദർ ഉള്ള ടേബിള് 460 420 420 കൂടെ 880. പിന്നെ ഇ ആൻഡ് ബി ടുഗദർ ചെയർ അല്ലേ, ഇ ആൻഡ് ബി ടുഗദർ ചെയർ, ഇ ആൻഡ് ബി ടുഗദർ ചെയർ. ബിയുടെ ചെയർ 380, ഇയുടെ ചെയർ 560. 380 560. 5 3 8 8 6 14. അപ്പോൾ 94 കഴിഞ്ഞിട്ട് 2 0. അല്ല, 97 1 0. ഇത് ഒരു പ്രാവശ്യമല്ലേ ക്യാൻസൽ ചെയ്യാൻ പറ്റും, പാതിയല്ലേ എടുക്കാൻ പറ്റും. 44, ഇതിന്റെ പാതി 47 അല്ലേ. 44:47 പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡി ഐ കഴിഞ്ഞിട്ടുണ്ട്. 1-2 എളുപ്പമായിരുന്നു, ബാക്കിയുള്ള ഇച്ചിരി ചെയ്യാനുള്ളതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമ്മൾ അരിത്തമാറ്റിക് ആണ്. ദ റേഷ്യോ ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് അമാൻ ആൻഡ് റോഹൻ ഈസ് 5:6 റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ 6 years ദ ആവറേജ് ഓഫ് ദ സം ഓഫ് ദെയർ ഏജസ് ഈസ് x years ആൻഡ് റോഹൻസ് ഏജ് 4 years ഹെൻസ് ഈസ് 40 years. ഫൈൻഡ് ദ വാല്യൂ എക്സ്. എന്ത് പറഞ്ഞാൽ അമൻ ആൻഡ് റോഹൻ റേഷ്യോ എത്ര? 5:x. ഇപ്പൊ സാധാരണ നമ്മൾ 5x 6x എന്ന് എടുക്കും. നമുക്ക് നോക്കാം. ആഫ്റ്റർ 6 years ദ ആവറേജ് ഓഫ് ദ സം ഓഫ് ദെയർ ഏജസ് ഈസ് x years ആൻഡ് റോഹൻസ് ഏജ് 4 years ഹെൻസ് ഈസ് 40 years. എന്നാ ഇവിടെ റോഹന് 4 വർഷം കഴിഞ്ഞാൽ 40 വയസ്സാവുന്നെങ്കിൽ ഇപ്പൊ എത്ര വയസ്സാ? 36 വയസ്സല്ലേ. അപ്പൊ റോഹന്റെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ 6x എന്നല്ലേ എടുക്കുന്നത്. 6x 5. 6xന് പകരം 36 ആണെങ്കിൽ എക്സ് അവിടെ എത്ര കിട്ടും? 6 കിട്ടി. ഓക്കെ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ശ്രദ്ധിക്കണം, നമ്മളിട്ട എക്സ് ആണിത്. അപ്പോൾ ഇയാളുടെ പ്രായം എത്ര ആയിരിക്കും? ഇയാൾക്ക് 36, ഇയാൾക്ക് 30. 36 കൂടെ സമ്മ് 66. ഇപ്പൊ അവർക്ക് 66 ഉണ്ട്. ഇനി എന്ത് പറയണ്ട? ആഫ്റ്റർ 6 years 6 വർഷം കഴിയുമ്പോൾ 2 പേർക്ക് എത്ര വയസ്സ് കൂടും? 6 6 വീതം 12 ആവും. 66 10 76 76 78ആയി. ഇനി എന്ത് നമുക്ക് വേണ്ടത്? അവരെ സമ്മിന്റെ ആവറേജ് ബൈ 2. 78ന്റെ പാതി എത്ര? 39. ഇത്രയേ ഉള്ളൂ. അതാണല്ലോ എക്സ് അല്ലേ. ഓക്കെ, ഫൈൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ, രവി ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ D+12 hours ആൻഡ് രോഹിത് ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ടാസ്ക് ഇൻ D+24 hours. If Rohit's efficiency is 25% less than Ravi's, then find the value of D. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്ന, അപ്പോൾ നമുക്ക് ആദ്യമേ എഫിഷ്യൻസി വെച്ച് കമ്പയർ ചെയ്യാം. റോഹിത്തും രവി രണ്ടും 6ൽ തന്നെ. റോഹിത്ത് രവി, അതായത് രോഹിത്തിന്റെ എഫിഷ്യൻസിയാണ് 25% കുറവ് രവിയേക്കാൾ. അപ്പൊ രവിക്ക് 25% 1/4 ആണെന്നറിയാം. 4 യൂണിറ്റ് ആണ്, ഇയാൾക്ക് 3 ആയിരിക്കും. ഇത് എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസിയുടെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം. ഇഫ് ദ ടോട്ടൽ വർക്ക് വി ആർ ടേക്കിംഗ് ആസ് സെയിം, അതായത് ടോട്ടൽ വർക്ക് സെയിം ആണെങ്കിൽ എഫിഷ്യൻസിയും ടൈമും എടുക്കുന്ന സമയം ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇത് 4 ഇത് 3 ആയിരിക്കും. അതായത് ഇതിന്റെ റേഷ്യോ ആണ്.
അപ്പോൾ ടൈമിന്റെ റേഷ്യോ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതിയ 4/3 എന്ന് പറയുന്നത് 4 ആരുടെ? റോഹിത്തിന്റെ. ഇവിടെ രവി റോഹിത് എടുക്കുന്ന ഏതാ? സെയിം രവി. ഓക്കെ, റോഹിത് D+24 ആണ്. റോഹിത്തിന്റെ അല്ലേ മുകളിൽ? D+24 ആണ്. ഇത് D+12 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 4D+12 12 അല്ല, സോറി, 12 × 4 48. 3D+24 3 60 72. ഇപ്പോൾ 4Dയും 3D കുറയ്ക്കുമ്പോൾ D കിട്ടും. 72 48 കുറച്ച് 24 ആണ്. ഓക്കെ, അപ്പോൾ D 24 കിട്ടി. എന്ത് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് D തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. C and D invested ₹Y and ₹3,600 respectively. If after 6 months C increases his investment by ₹1,200 and the ratio of the profit share of C to D after a year is 19:15, then find the initial investment. Okay, C ഉണ്ട്, D ഉണ്ട്. ഓക്കെ, നമുക്ക് രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് എഴുതാം. C എത്രയാണ് പറഞ്ഞേ? C Y ആണ്. ഓക്കെ, D ഉള്ളത് 3600 ആണ്. ആഫ്റ്റർ 6 months C ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെന്റ്. C അപ്പോൾ ആദ്യത്തെ 6 മാസം ഇത്രയാണ്. 6 മാസം കഴിഞ്ഞതിന് ശേഷം എത്ര? വൈയുടെ കൂടെ 1200 കൂട്ടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ബാക്കി 6 മാസത്തേക്ക്. പക്ഷെ ഇയാളുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഇയാൾ 12 മാസത്തേക്ക് ഇത് തന്നെ ആയിരിക്കും. ഇതാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. അപ്പൊ ഇതേ റേഷ്യോയിലായിരിക്കും C2Dയുടെ തന്നെ 19:15 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സിംപ്ലിഫൈ ആക്കാം. മുകളിൽ ഞാൻ ഈ 6 6 ഇവിടുത്തെ ഈ ഇതോട്ട് കോമൺ ആയിട്ട് കട്ട് ചെയ്യണേ. പ്ലസ് ആയതുകൊണ്ട് ഒരിടത്തൊന്നും പറ്റത്തില്ല. അപ്പോൾ 6 6 36 0. പിന്നെന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇപ്പം Y ഉണ്ട്. ഇവിടെ ഇനി ഒരു Y + 1200. അപ്പോൾ 2Y ആവും. അപ്പോൾ നമുക്ക് വേണം സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതാം. 2Y + 1200 by 600 × 12. അങ്ങനെ നോക്കട്ടെ. 19/15. അപ്പോൾ ഒന്നുകൂടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 5 15. ഇവിടെ 3 4 12. ഇനി ഇവിടുന്ന് രണ്ടിടത്തു നിന്ന് ഞാൻ 2 കോമൺ ആയിട്ട് കട്ട് ചെയ്താൽ ഇവിടുത്തെ 2ഉം പോവും. ഇവിടെ ഇതിൻ്റെ പാതി 600 ആവും. ഇവിടെ 2 ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ Y + 600. Y + 600 5 കൊണ്ട് ഗുണിച്ചേ. 5Y + 6 5 30. 3000 എന്ന് വരും. ഈക്വൽ ടു ഇവിടെ എത്രയായിരുന്നു? 19 19 2 38. 38 × 6. 38 × 6 എത്ര? 30 × 6 180. 8 × 6 48. 180 48ഉം 228 കഴിഞ്ഞിട്ട് 2 0 വരും. അപ്പം 5Y = 2280 എന്ന് 3000 കുറച്ച് കഴിഞ്ഞാൽ 2280 തന്നെയാണോ? 19 × 2 38. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. എത്രയായിരുന്നു ക്യാൻസൽ ചെയ്ത്? ക്യാൻസൽ ചെയ്തതിൽ തെറ്റിയോ? Y ഇവിടെ 2Y + 1200 by 600 × 12. ആദ്യമേ നമ്മളിവിടെ 3 വെച്ചല്ലേ? 5 3 15 3 4 12. ഓക്കെ, പിന്നീട് അത് ക്യാൻസൽ ചെയ്ത്. ഓക്കെ, കറക്റ്റാണ്. 19 2 38. 38 × 6 180. 10 × 6 180. 48 292 വരിക. 22,800. അതിൽ നിന്ന് 3000 കുറയ്ക്കുമ്പം ഇതിൽ 2800 നിന്ന് 2800 തന്നെ കുറയ്ക്കുമ്പം ഇവിടെ 20,000 ആയി. വീണ്ടും ഒരു 200 കൂടെ കുറയ്ക്കണം. അപ്പം 19,800. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പം നോക്കട്ടെ. 3 5 15. 48 9 45. 30 6 ഒക്കെ ഉണ്ട്. ഇത്രയും ക്യാൻസൽ ചെയ്ത് വന്നപ്പോൾ ഞാൻ വെച്ച് കിട്ടത്തില്ലെന്ന്. ഓക്കെ, ഇവിടെ ഒരു ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ക്യാൻസൽ ചെയ്ത് എനിക്കൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
The area of a rectangle is equal to the total surface area of a cube if the breadth of the rectangle is 36 centimeter and the side of the cube is 1/3 of the length of the rectangle, then find the length of the rectangle. Okay, മെൻസുറേഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. ഇവിടെ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ബ്രെഡ്ത്ത് 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് 36 എന്ന് കൊടുക്കുക. ഈസ് ഈക്വൽ ടു ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ആണെന്ന് 6 × a². വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആൻഡ് ദ സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് 1/3 ഓഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ എന്നുണ്ട്. ഓക്കെ, ലെങ്തിന്റെ 1/3 ആണ് എന്ത് നമ്മുടെ സൈഡ്. അപ്പൊ ഇതിന്റെ ഹോൾ സ്ക്വയർ വരും. മനസ്സിലായ? 6a² ആണ് സർഫസ് ഏരിയ ആണെന്നത്, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ഞാൻ എക്ക് വരെ അവിടെ പറഞ്ഞ് ഡയറക്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ 2 സ്റ്റെപ്പായിട്ട് ഇടാം. ഒരു സ്റ്റെപ്പ് കൂടെ ലാഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തേ. അപ്പൊ ഇവിടെ ഒരു എല്ലും ഇവിടുന്ന് ഒരു എല്ലും L² ഉണ്ടല്ലോ, അതിലൊരു എല്ലും ക്യാൻസൽ ആവും. 6ഉം 6 ക്യാൻസൽ ചെയ്തു. ഇനി അവശേഷിക്കുന്നത് 6 ഇവിടെ 1/3, അതായത് L²/3 സോറി L ഉള്ളു, L/9. സോ L = 54. അത്രേ ഉള്ളൂ. L കണ്ടുപിടിക്കണ്ടേ? L ലെങ്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. 54. ഓക്കെ. A boat covers 780 km downstream in 15 hours. If the speed of the boat in still water is decreased by 20%, then the time taken by the boat to cover 624 km upstream in 24 hours. Okay. Find the speed of the stream. Okay, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് ബോട്ട് കവേഴ്സ് ഡൗൺസ്ട്രീം സ്പീഡിന്റെ ഡൗൺസ്ട്രീം ഡിസ്റ്റൻസ് ഇത് പറഞ്ഞു. അപ്പം നമുക്ക് ഡൗൺസ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാം. 780/15 ക്യാൻസൽ ചെയ്യുമ്പോൾ 15 5 75 30 2 52 km/h എന്ന് കിട്ടും. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പിന്നീട് അപ്സ്ട്രീം സ്പീഡ് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. എന്താണെന്നറിയാം? ഇത് സ്പീഡ് ഓഫ് ദ ബോട്ട്. ഇപ്പൊ നമുക്കറിയാം ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡോടെ കൂട്ടുന്നതാണ് ഈ 52 എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. പക്ഷേ ഇത് നമുക്ക് ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡിനെ എഴുതാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ ബോട്ടിന്റെ സ്പീഡ് അവർ പറഞ്ഞിട്ടുണ്ട്, ബോട്ടിന്റെ സ്പീഡ് അതായത് സ്റ്റിൽ വാട്ടറിന്റെ സ്പീഡ് 20% കുറയുകയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് 20% കുറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാം. ഓക്കെ, ബിന്ന് ബിയുടെ 20% കുറഞ്ഞാൽ ഒരു ബി അല്ലേ, ഒരു ബിന്ന് 20% കുറയുമ്പോൾ 0.8 ആവും, 0.8b ആവും. അപ്പൊ അങ്ങനെ എഴുതാനേ പറ്റത്തുള്ളൂ. 0.8b പ്ലസ് അല്ലല്ലോ, സോറി. അതായത് ഞാൻ ഇനി എഴുതാൻ പോകുന്നത് അപ്സ്ട്രീം സ്പീഡിന്റെ ഇക്വേഷൻ എഴുതാൻ പോകും. 0.8b മൈനസ് സ്ട്രീം, അത് എത്ര പറഞ്ഞു? 26. എത്രയായിരുന്നു? സോറി 24. ഓക്കെ. അപ്പൊ എന്തൊക്കെ ആയി? ഇൻ 24 hours. അവിടെയും തെറ്റുണ്ട്. അപ്സ്ട്രീം സ്പീഡ് കാണണം കേട്ടോ. അപ്സ്ട്രീം സ്പീഡ് അപ്പം 624 കവർ ചെയ്യാൻ 24 മണിക്കൂർ വേണ്ടിയാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 2 പ്രാവശ്യം ആകുമ്പോൾ 48 ആയി. 48 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 48 4 52 ഇപ്പോൾ 14. 144 കറക്റ്റ് 6 പ്രാവശ്യം ആയിരിക്കും അടങ്ങുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 26 വന്നു. അപ്പോൾ ഇവിടെ 0.8b ആണ്. സാധാരണ നമ്മൾ ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് 52 എന്നും ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് 26 എടുക്കും. പക്ഷെ ഇങ്ങനെ പറ്റത്തില്ല, കാര്യം 80% കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യണം? ഇനിയിപ്പോ ഇതില് ഈ 2 ഇക്വേഷനൂടെ ആഡ് ചെയ്യാം നമുക്കല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് ക്യാൻസൽ ആയി പോവല്ലോ. നോക്കേ, ഇത് പ്ലസും മൈനസും അല്ലേ. ഓക്കെ, ഓപ്പോസിറ്റ് സിമ്പിൾ. അപ്പൊ 0.8b ഇതോടെ കൂട്ടിയ 1.8b is equal to 78. അപ്പൊ ബി എന്ന് പറയുന്നത് 78/1.8. എങ്ങനെ ചെയ്യും? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 780/18 എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 6 കൊണ്ട് 3 6 18, 1 6 18 3 6 18 130/3 എന്ന് വരും. ഈ ബിയുടെ വാല്യൂ നമുക്ക് ബി ആണോ വേണ്ടത്? സ്ട്രീമാ വേണ്ടത്. ഓക്കെ, സോറി. അപ്പൊ ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 130/3 കുറയ്ക്കണം. ഇവിടെ 150 150 156 156 130 കുറച്ചാൽ
26/3 26/3 അല്ലേ വരുന്നത്. പക്ഷെ ഇനി അവിടെയും പ്രശ്നമുണ്ട്. എന്താ, എല്ലാം ഡെസിമലിലാണ് അവരിട്ടിരിക്കുന്നത്. ഒന്നും ആലോചിച്ച് നോക്കെ. ഇപ്പോൾ ക്യാൻസൽ ചെയ്താൽ 3 8 24. 8 കഴിഞ്ഞിട്ടുള്ള ഏതാ? ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ദിവസം അല്ല, ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും ചെയ്യാനുണ്ട് ഇതിൽ കാൽക്കുലേഷൻ. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. A shopkeeper makes a 25% profit on an article when he offers a 10% discount on the mark price. If instead he gives a 30% discount, he incurs a loss of ₹200. Then find the mark price. അപ്പോൾ പറഞ്ഞിട്ട് a shopkeeper makes 25% profit. 25% പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 25% നമുക്കറിയാം 1/4 ആണ്. അപ്പം 4 രൂപയുടെ സാധനമാണെങ്കിൽ 1 രൂപ ലാഭത്തോടെ ചേർത്ത് 5 രൂപയ്ക്കായിരിക്കും അയാൾ വിറ്റിട്ടുണ്ടാവുക അല്ലേ? അപ്പോഴാണ് 25% പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എപ്പോഴാണ്? വെൻ ഹി ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ഓൺ ദ മാർക്ക്ഡ് പ്രൈസ്. ഓക്കെ, മാർക്ക്ഡ് പ്രൈസിൽ നിന്നും 10% ഡിസ്കൗണ്ട്. 10% എന്ന് പറഞ്ഞാൽ നമ്മൾ 10 രൂപയാണെങ്കിൽ 1 രൂപ പറഞ്ഞ് 9 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് റേഷ്യോ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെ? ഈ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഈ നമ്പറുകൾ, ഈ 5 ഇവിടെയും ഇവിടെ എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. ഇവിടെ 36 വരും, ഇവിടെ 45 വരും, ഇവിടെ 50 വരും. അതായത് 36 രൂപയുടെ സാധനം 50 രൂപയായിട്ട് മാർക്കപ്പ് ചെയ്യും. അതിൽ നിന്ന് 5 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 45 രൂപയ്ക്ക് വിൽക്കും. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ അസംഷൻ ആണല്ല. ഇഫ് ഇൻസ്റ്റഡ് ഹി ഗീവ്സ് എ 30% ഡിസ്കൗണ്ട്. ഇനി ഇതല്ലാതെ 30% ആണ്. ഇപ്പോൾ 50 രൂപയിൽ നിന്ന് 30% ഡിസ്കൗണ്ട് കൊടുത്താൽ 3 5 15 രൂപ കുറച്ച് 55 45 36. ഓക്കെ, ഇഫ് ഇൻസ്റ്റഡ് ഹി ഗീവ്സ് എ 30% ഡിസ്കൗണ്ട്. 30% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ 30% എന്ന് പറയുമ്പം 15 45 ആണല്ലോ. ഓക്കെ, 50ന്റെ 10%. സോറി, 50ന്റെ 30% എന്ന് പറയുമ്പം ഇൻറ്റു 30% 15 കുറച്ചാൽ എത്ര ആയിരിക്കും? 35 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഓക്കെ, 50 രൂപയുടെ സാധനം 35 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമാണല്ലോ. 36 രൂപയുടെ സാധനം 35 രൂപയ്ക്ക് നഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1 രൂപയാണ് നഷ്ടം. പക്ഷേ ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിരിക്കുന്നത്? 200. 1 വരെ 200 ആണ്. എന്ത് കണ്ടുപിടിക്കേണ്ട? മാർക്ക്ഡ് പ്രൈസ്. 1 വരെ 200 ആണെങ്കിൽ 50 വരെ എത്ര ആണ്? 50 × 20, 5 × 2 10, 10 കഴിഞ്ഞിട്ട് 1 2 3 0, 10 കഴിഞ്ഞിട്ട് 3 0. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Train X crosses a train Y while running in opposite directions in 10 seconds and the lengths of train X and train Y are d meters and d plus 40 meters respectively. If the speeds of train X and train Y are 108 km/h and 126 km/h respectively, then find the value of d. ഇപ്പോൾ ട്രെയിൻ എക്സ് ക്രോസസ് ട്രെയിൻ വൈ വൈൽ റണ്ണിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡ് നമ്മൾ എടുക്കും. അത് റിലേറ്റീവ് സ്പീഡ് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യും. ലെങ്ത് ഓഫ് ട്രെയിൻ എക്സ് ആൻഡ് വൈ, എക്സിൻ്റെ വൈയുടെ ലെങ്ത് ആയിരിക്കും ടോട്ടൽ കവർ ചെയ്തത്. ഡിയും d + 40. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2d + 40 ആയിരിക്കും. ഇനി രണ്ടിൻ്റെയും കൂടെ 108 120 കൂട്ടും 234 km/h ആയിരിക്കും. മീറ്റർ/സെക്കൻഡിലോട്ട് ആക്കണ്ടേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി. മീറ്ററില്ല, അപ്പോൾ നമുക്ക് മീറ്റർ/സെക്കൻഡ് ഉണ്ടാകണേ ഇൻറ്റു 5/18 ചെയ്യണം. 18 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു 18 ഓക്കെ, 54 3 പ്രാവശ്യം 13 5 65 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി 10 സെക്കൻഡ് കൊണ്ട് ഇത് ക്രോസ് ചെയ്യുമെങ്കിൽ അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദെൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദിസ് സ്പീഡ് ഇൻറ്റു ടൈം. ഈ 65 × 10 650 വരും. അപ്പോൾ 2d എന്ന് പറയുന്നത് 650 40 കുറയ്ക്കും 610. 610ന്റെ പാതി ആയിരിക്കും d, വിച്ച് ഈസ് 305 ഉണ്ട് ഓപ്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ്. അത് കേട്ട് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ,
അടുത്ത a vessel contains a mixture of milk and water in the ratio 3:2 respectively. If 20 liters of the mixture is removed and 4 liters of milk is added, then the ratio of milk to water becomes 13:8. Find the initial quantity of the mixture. അപ്പോൾ മിൽക്കും വാട്ടറും ആണ് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഉള്ളത്. If 20 liters of the mixture is removed, നമ്മളൊരു മിക്സ്ചർ ഉണ്ട്, ആ മിക്സ്ചറിൽ നിന്ന് ആ മിക്സ്ചറിൽ എത്രയും ഭാഗം മിക്സ്ചർ തന്നെ, അതായത് മൊത്തം അതങ്ങ് മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളതും അതേ റേഷ്യോയിലായിരിക്കും. പക്ഷേ അളവ് പറഞ്ഞിട്ടുണ്ട്, അതായത് 20 ലിറ്റർ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ശരിയാ, പക്ഷെ ബാക്കിയുള്ളതും അതേ റേഷ്യോയിലായിരിക്കും. ഓക്കെ, മിൽക്കും വാട്ടർ. ഓക്കെ, അളവിന് മാറ്റമുണ്ട് പക്ഷെ റേഷ്യോ അത് തന്നെ ആയിരിക്കും, അത് ഓർക്കണം. ഓക്കെ, ആൻഡ് 4 ലിറ്റേഴ്സ് മിൽക്ക് ആഡ് ചെയ്തു, ഇവിടെ 4 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് റേഷ്യോ എന്തായി? ഇതിൻ്റെ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കംസ് 13:8. ഓക്കെ, ഇത് നമുക്ക് എക്സ് ഇട്ട് ചെയ്യാം. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഇത് എക്സ് ഇടാതെ നമുക്ക് റേഷ്യോ പ്രകാരം ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിൽക്ക് അല്ലേ ആഡ് ചെയ്തേ, വാട്ടർ ആഡ് ചെയ്തോ? ഇല്ല, വാട്ടർ ആഡ് ചെയ്തില്ല. വാട്ടർ സെയിം ആയിരിക്കണ്ടേ? വാട്ടർ സെയിം ആക്കാനുള്ളൊരു പരിപാടി എന്തുവാ? ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ റേഷ്യോ മാറും, 12:8 ആവും. ഓക്കെ ആണോ? ഇപ്പം നോക്കി, ഇവിടെ 8, ഇവിടെ 8 ഇല്ല. ഇനി 12 എന്നുള്ള 13 ആയി എന്ന് വെച്ചാൽ 1 യൂണിറ്റ് കൂടി. 1 യൂണിറ്റ് ആണ് 4 ലിറ്റർ. 1 യൂണിറ്റ് ആണ് 4 ലിറ്റർ. എങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ആയി? ഇതാണ് ഇനി ക്വാണ്ടിറ്റി, ഇത് ഇനി എടുക്കരുത്. 12 തൊട്ട് 20 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ലിറ്റർ വരും. ആ 80 ലിറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വന്നത്? 20 ലിറ്റർ കുറച്ചപ്പോഴാണ് അത് വന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടുപിടിക്കണേ 80 ലിറ്ററിനോട് 20 കൂട്ടിയാൽ 100 ലിറ്റർ ആയിരിക്കും ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ നിങ്ങൾ റേഷ്യോയിലിട്ട് ചെയ്യുന്നത്, അതായത് 3x 2x എന്ന് എടുത്തതിന് ശേഷം 3xൻ്റെ കൂടെ 4 ആഡ് ചെയ്യുന്നു. 2xൻ്റെ കൂടെ ഒന്നുമില്ല, ഈസ് ഈക്വൽ ടു 13/8 എന്ന് എടുക്കത്തില്ല. അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ വേണേൽ അങ്ങനെ ഇവിടെ ഒന്ന് ചെയ്തു നോക്കണേ. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വെക്കുക ഒന്നുകൂടെ കേട്ടിട്ട്. ഓക്കെ, അടുത്തത് ആവറേജ് മാർക്സ് ഓഫ് 60 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 60. ഇഫ് ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് ആർ 54 ആൻഡ് 72 റെസ്പെക്റ്റീവ്ലി, ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പ് ആവറേജ് നമുക്കിത് അലിഗേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. എങ്ങനെ അലിഗേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബോയ്സിന്റെ ആവറേജ് പറഞ്ഞിട്ടുണ്ട് എത്ര? 54. ഗേൾസിന്റെ ആവറേജ് പറഞ്ഞിട്ടുണ്ട് 72. ഇത് രണ്ടും കൂടെ ചേർന്ന് ടോട്ടലുള്ള ആവറേജും പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എത്ര? മൊത്തം 60 പേർക്ക് 60 ആണെന്ന്. അപ്പൊ അലിഗേഷന്റെ റൂൾ പ്രകാരം ആദ്യമേ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറയ്ക്കും. 72 നിന്ന് 60 കുറച്ചിട്ട് ഇവിടെ അങ്ങ് എഴുതും. ഈ 60 നിന്ന് 54 കുറച്ചിട്ട് 6 ഇവിടെ അങ്ങ് എഴുതും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ റേഷ്യോ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2:1 എന്ന് വരും. ഈ 2:1 എന്താ കിട്ടുന്നത്? അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇവിടെ കിട്ടുന്ന 2 ബോയ്സിന്റെ എണ്ണത്തിന്റെ റേഷ്യോ, ഇത് ഗേൾസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ ആയിരിക്കും. എപ്പോഴും അലിഗേറ്റ് ചെയ്യാനെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ ബേസ് ക്വാണ്ടിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഇവിടെ ആവറേജ് എടുത്ത് നിങ്ങൾ അലിഗേറ്റ് ചെയ്യുമെങ്കിൽ ആവറേജ് എങ്ങനെ കാണുന്നത്? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ അല്ലേ? ആ ബേസിൽ വരുന്ന ടോട്ടൽ നമ്പർ അതായിരിക്കും എപ്പോഴും അലിഗേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഓർത്തോണം. അപ്പൊ 2 യൂണിറ്റ് ബോയ്സും 1 യൂണിറ്റ് ഗേൾസും ഉണ്ട്. അതായത് ടോട്ടൽ 3 യൂണിറ്റ് ആണ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ. അപ്പോൾ 1 യൂണിറ്റ് എത്ര വരും? 20 വരും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1 യൂണിറ്റ് തന്നെ അല്ലേ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഡിഫറൻസ് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 20 ആയിരിക്കും ആൻസർ. ഓക്കെ ഓക്കെ അടുത്ത നമുക്കിനി അടുത്ത DA ആണ്. നമുക്ക് നോക്കാം അടുത്ത DA എന്താണ്. റീഡ് ദ ഫോളോയിങ് data table carefully and answer the table shows the total cookies, peanut, oatmeal and chocolate sold and percentage of peanut cookies sold. Okay, difference of oatmeal. Okay, oatmeal cookies ആണ് എന്താന്ന് നോക്കാം. അതായത് പീനട്ട് കുക്കീസ് സോൾഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഉണ്ട് 45%, 60, ABCD ഒക്കെ. ഇനി ഓട്ട്മീലും ചോക്ലേറ്റ് കുക്കീസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇനി ടോട്ടൽ പറഞ്ഞിട്ടുണ്ട്, പീനട്ട്, ഓട്ട്മീൽ, ചോക്ലേറ്റ്, ഇതിൻ്റെ എല്ലാം ടോട്ടൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഡേറ്റ വേണമല്ലോ. ഡേറ്റ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം A, B, C, D സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാം. എയിൽ പീനട്ട് ഉണ്ട്, പിന്നെന്താണ്
ഓട്ട് മീലുണ്ട്. ഓട്ട് മീലാണ് ചോക്ലേറ്റിനേക്കാൾ കൂടുതൽ. ഓട്ട് മീല് ചോക്ലേറ്റ് അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. സീലും ഇതാണ് 3 ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. പീനട്ട് ആദ്യമേ പെർസെൻറ്റേജ് പീനട്ട് തന്നിട്ടുണ്ട് 45%. ടോട്ടൽ 80 80-ന് 45% എത്ര വരും? എങ്ങനെയാ 45% ഞാൻ പറഞ്ഞത് എങ്ങനെയാ? 45 എന്ന് പറഞ്ഞാൽ 9/20. അപ്പോൾ 20 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 × 9 36 വരും. ഓക്കെ, പീനട്ട് കിട്ടി. ഇനി അടുത്തത് ഓക്കെ, മൊത്തം 80 ഉണ്ട്. അപ്പൊ ബാക്കി ഇനി രണ്ടുപേരുടെ ടോട്ടൽ എത്ര? ഇവർ രണ്ടുപേരുടെ സം, അതായത് ഈ ഓയും സിയും കൂടെ കൂട്ടുന്ന സമ്മ് 44-ഉം അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഓയും സിയും തമ്മിലുള്ള ഡിഫറൻസ് തന്നിരിക്കുന്നത് 12. എടാ പലപ്പോഴും നമ്മൾ DIയിലോ അല്ലെങ്കിൽ നമ്മൾ വേർഡ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സമ്മും ഡിഫറൻസും രണ്ടുപേരുടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? വലിയ ആളെന്ന് പറഞ്ഞാൽ അവിടെ വലുത് ഓട്ട്മീലാന്ന് പറഞ്ഞിട്ടുണ്ട്. 44 ഇവർ രണ്ടുകൂടെ കൂട്ടുക 56, അതിന്റെ പാതി ആയിരിക്കും വലുത്. പാതി 20, 44 12 കൂടെ 56-ന്റെ പാതി 28. ഇനി ഒന്നെങ്കിൽ കുറയ്ക്കാം, അല്ലെ ബാക്കി എടുത്താലും മതി. 44-നും 12-ന്റെയും കൂടെ ഡിഫറൻസ് എത്ര വരും? 32-ന്റെ പാതി 16. നോക്ക്, 36 കിട്ടും 44, 64, 6, 70, മൊത്തം 80 സെറ്റായല്ലോ. ഇതേ കണക്ക് അടുത്തത് ബിയുടേത് കണ്ടുപിടിക്കാം. ബിയുടേത് 60% ആണ്. അത് വെച്ചിട്ട് 100-ന്റെ 60% എത്ര തന്നെ വരും? 60 തന്നെ വരത്തില്ലേ? ഇനി ഇവർ രണ്ടുപേരുടെ സമ്മ് ബാക്കി അപ്പോൾ എത്ര ഉണ്ട്? 100 എണ്ണത്തിൽ 60. ഇനി അവർ രണ്ടുപേരുടെ സമ്മ് 40-ഉം ഡിഫറൻസ് 20. അപ്പൊ 60/2 30-ഉം 22/10-ഉം 6 3 9 10 കിട്ടി. അതാണെങ്കിൽ നിങ്ങൾക്ക് സിയും ഡിയും പെട്ടെന്ന് ഇതാണ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് ഒന്ന് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറയണം, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു എയും ബിയും സിയും ഡിയും എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ സം ഓഫ് പീനട്ട് ടു ഓട്ട് മീൽ കുക്കീസ് സോൾഡ് ബൈ ഷോപ്പ് ബി ടു സം ഓഫ്. ഓക്കെ, അതിന്റെ എന്താണ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പീനട്ട് കുക്കീസ് സോൾഡ് ബൈ സി ആൻഡ് ഡി ടുഗദർ. ഓക്കെ, ഇത് ചെയ്യാവുന്നല്ലേ ഉള്ളോ പെട്ടെന്ന്. ഓക്കെ, 17 18 ഇ എന്ന് പറയുന്നത് പ്രത്യേക വേറൊരാളെ പറയാം. ABCD ഇ വേറെ അത് വെച്ചിട്ടുള്ള കമ്പാരിസണാ. 19 20 19 വരെ ഉള്ളൂ. 19 വരെ ഉള്ളു. ഓക്കെ, 20 മുതൽ നമുക്ക് അടുത്ത് ചെയ്യാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് ₹Q in a bank at 25% rate of simple interest for 4 years and received ₹5,000 as the total amount. If ₹1.5Q is invested in another bank at 10% rate of simple interest for 5 years, then the find the simple interest received. ഓക്കെ, ഒരാള് Q ഒരു ബാങ്കിലിട്ട് 25% പലിശ കിട്ടുന്നതാണ് 4 വർഷം. 25% പലിശ നിരക്കിൽ 4 വർഷമാകുമ്പോൾ എത്ര ശതമാനം പലിശയാവും? 100%. എന്ന് വെച്ചാൽ എത്ര ഇട്ടോ എമൗണ്ട് അതിൻ്റെ അത്രയും തന്നെ പലിശ കിട്ടും. അപ്പോൾ പറഞ്ഞ് ആൻഡ് റിസീവ്ഡ് 5,000 ആസ് എ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടത് 100% ആണെങ്കിൽ അതിൻ്റെ കൂടെ പലിശ 100% ചേർത്ത് രണ്ടും കൂടെ ആണ് 5,000. അപ്പോൾ നമ്മൾ ഇട്ട പൈസ മാത്രം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 5,000-ന്റെ പാതി 2,500 ആയിരിക്കും അല്ലേ? ഇതാണ് നമ്മൾ ഇട്ട Q. ഇനി 1.5Q എടുക്കണം. ഇതിന്റെ 1.5 എത്ര വരും? 1 ടൈം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇതിന്റെ പാതി എത്ര? 1,250. അപ്പൊ 3,750 ആയിരിക്കും 1.5Q. ഇനി ഇത് എത്ര ഇടണ്ട? 10% ഇത് 5 വർഷമല്ലേ? അപ്പൊ 50%. 50% വെച്ചാൽ 1/2. ഇതാണ് പലിശ. ഈ 3,750-ന്റെ പകുതി എത്ര ആണ്? 1,875 അല്ലേ? 18 36. അതെ, 1,875 ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ, 21. ഇനി അപ്രോക്സിമേഷനിലോട്ട് കടന്നിട്ട് നമ്മൾ 3/7 ഓഫ് നമുക്ക് വേണമെന്ന് എടുത്ത് എഴുതാം. 3/7 ഓഫ് 83 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഇതെത്ര? 235 × 3. അപ്പൊ 7 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന 1 7 13.
83 എന്നാണ്. അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 14 2 വെച്ചേ പറ്റത്തുള്ളൂ. 12 3 36. അപ്പോൾ 84 എന്ന് എടുക്കേണ്ടി വരും കേട്ടോ. അത് 36. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 235 ഗുണം 3 എത്ര? അതായത് 23 ഗുണം 3 ആദ്യം കണ്ടുപിടിക്കും. 39. അതായത് 390. അതിൻ്റെ കൂടെ ഒരു 15 കൂടെ കൂട്ടും. 390 10 കൂട്ടിയാൽ 405 വരും. അതിൽ നിന്ന് 12 3 36 കുറയ്ക്കണം. 405 5 കുറച്ച് 400 പിന്നെ ഒരു 31 കുറയ്ക്കണം. വീണ്ടും ഒരു 30 കുറച്ചാൽ 370. ഇപ്പം 369 ഇല്ലയോ? ഓ ഇവിടെ 600 23 ഗുണം 3 69 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ 69 705. സോറി 700 ഇപ്പം 600 ആയിരിക്കും ആൻസർ. 705 700 പിന്നെ 670 669. ഓക്കെ 660. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 400 എന്ന് എഴുതി വെച്ചു. ഓക്കെ അടുത്ത 22. 6ന്റെ ക്യൂബ്. അപ്പോൾ എഴുതി ഞാൻ പോവാം. 216 പ്ലസ് 10% ഓഫ് 400. 10% എന്ന് പറഞ്ഞാൽ 1/10 അല്ലേ? ഇപ്പോൾ ഒരു 0 പോയി 40. എഴുതി അങ്ങ് പോയാൽ എളുപ്പമായിരിക്കും. x ഇൻറ്റു 4 2ന്റെ സ്ക്വയറാണ്. 4x 256 എന്ന് വരും അല്ലേ? 4x = 256. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. 6 4 24 4 16 64 വരും ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. 4ന്റെ സ്ക്വയർ 16 ഗുണം 12 പ്ലസ് എക്സ് = 45%. കൂടെ 2 0 പോയി 50 ഗുണം 45. എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. 50 ഞാൻ മുമ്പേ പറഞ്ഞ 45 ഗുണം 50 എന്ന് പറഞ്ഞാൽ 100/2 എന്ന് ഓർക്ക്. അപ്പം 45നെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4520. അതിൻ്റെ പാതി എത്ര? 4520. അതായത് 4520. ഇത് 45ന്റെ പാതി 22. അതായത് ഇവിടെ 22.5 വരും. അപ്പൊ 225 കഴിഞ്ഞിട്ട് ഒരു 0. ഓക്കെ ഇനി എക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 16 ഗുണം 12. ഇതിന്റെ മിഡിൽ നമ്പർ എടുക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് 16നെ 12 കൊണ്ട് ഗുണിക്കുക എന്ത് ചെയ്താൽ മതി? മിഡിൽ നമ്പർ എടുക്കുക. 14ന്റെ സ്ക്വയറിൽ നിന്ന് 2 കുറച്ചാൽ മതി. 14ന്റെ സ്ക്വയർ 196 2 വെച്ചാൽ 194. 2 2 5 0 194 കുറയ്ക്കണം. ഇപ്പൊ 250 194 കുറച്ചാൽ മതി. 250 194 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ട്? 6 കൂടെ ആകുമ്പോൾ 200. അപ്പൊ 56. 2056 ആണല്ലോ വരുന്നത്. 2058 ഉള്ളു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം വേറെ എന്തെങ്കിലും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 45%. ഇവിടെ 12 4ന്റെ സ്ക്വയർ 16. ഇത് 4.12 ആയതുകൊണ്ടായിരിക്കുമോ? ഇവിടെ ചെയ്തത് കറക്റ്റ് ആണല്ലോ. 45 50. ഇവിടെ 2 0 പോയ 50 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100/2. 100 കൊണ്ട് മൾട്ടിപ്ലൈ 4500. അതിൻ്റെ പാതി. ഇവിടെ 225 കറക്റ്റാണ്. 194. ഇവിടെ നോട്ട് 14ന്റെ സ്ക്വയർ 196 മൈനസ് 2ന്റെ സ്ക്വയർ 4 190. ഓക്കെ അവിടെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ തന്നെ എട്ടിച്ച്. 14ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ ആണ് 26 12 192. ഓക്കെ അപ്പോൾ കറക്റ്റ് 2058 തന്നെ കിട്ടും. ഓക്കെ അല്ലെങ്കിൽ 6 2 കൂടെ ഗുണിച്ചാൽ 2 അവസാനിക്കും. എന്തൊരു മണ്ടത്തരമൊക്കെ ചെയ്യുന്നത്. ഓക്കെ അടുത്ത റോങ് നമ്പർ കണ്ടുപിടിക്കാം. 79 11 കൂടുകയാണ്. എല്ലാം ഏകദേശം കൂടി പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഗസ് ചെയ്യാൻ പോവാ. 90 നിന്ന് 68 വരണമെങ്കിൽ എത്രയാണ്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലസ് കൊടുത്ത് എഴുതി പോവാം. ഇവിടെ 22 അല്ലേ? ഇത് 68 നിന്ന് 3 കൂട്ടിയാൽ 71 33. ഇപ്പോഴത്തേക്ക് എനിക്കൊരു പാറ്റേൺ കിട്ടി. ഇങ്ങനെയാണെങ്കിൽ 44 ആയിരിക്കും. നോക്കാം 44 ഇതാണ് 55 ആയിരിക്കും. ബാക്കി ഇത് 55 ആണ്. എങ്കിൽ ഇവിടെ 66 ആയിരുന്നു കുറയേണ്ടുന്നത്. 66 അല്ല കുറഞ്ഞിരിക്കുന്നത്. കാര്യം 2 നിന്ന് 6 കുറഞ്ഞതായിരുന്നു. അപ്പോൾ അത് 25 തന്നെ ആയിരിക്കും നമ്മുടെ റോങ് നമ്പർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇത് വലിയ നമ്പറാണല്ലോ. 94773159. ഇവിടെ ഒരു കോമയുണ്ട്. കോമ ഇട്ടിട്ടില്ല. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ഡിവിഷൻ എന്തായാലും ആയിരിക്കും. കാര്യം അത്ര 9477 315. അപ്പോൾ ഏകദേശം ഒരു
3 കൊണ്ട് ഡിവൈഡ് ആയി പോവുക. നമുക്ക് നോക്കാം, ഇവിടെ വെച്ചൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഇവിടെ 350 3 കൊണ്ട് ഗുണിച്ചേ, 300 3 കൊണ്ട് ഗുണിച്ചാൽ 900, പിന്നെ ഒരു 150, 1053. കറക്റ്റ് ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടാണ് നോക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങോട്ടാണ് എഴുതുന്നത്, ഡിവിഷൻ എഴുതണം. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോവുക. അപ്പൊ ഇവിടെ എല്ലാം 3 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. വേണം നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. 9 ഇവിടെ വെച്ച് ഇത് ഗുണിച്ചു നോക്കാം. അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെയും കറക്റ്റ് ആണ്. 3 ഗുണം 39 ഗുണം 3 90, 3 27, അതും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ മാത്രം തെറ്റിപ്പോയി. ഇവിടെ 13 ആയിരുന്നു വരണ്ടേ. 12 3 കൊണ്ട് ഗുണിച്ചാൽ 36 ആകത്തുള്ളൂ. അപ്പൊ 12 ആണ് നമ്മുടെ റോങ് നമ്പർ. ഓക്കെ ആണല്ലോ. അതൊരു മൾട്ടിപ്ലിയൻ സീരീസ് ആണ്. മൾട്ടിപ്ലിയൻ സീരീസ് ഗസ്റ്റ് ഇച്ചിരി പാടായിരിക്കും നമുക്ക്. ഓക്കെ, അടുത്ത 26. ഇതാണ് നിങ്ങളുടെ കറക്റ്റ് ഹോംവർക്ക്. മറ്റേത് ഹോംവർക്ക്, ഇത് കറക്റ്റ് ഹോംവർക്ക്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് സിൽക്ക് സാരീസ് സോൾഡ്. അപ്പോൾ കേസ്ലെറ്റ് ആണ്. സിൽക്ക് സാരി സോൾഡ് ബൈ സി ഈസ് 200. ദ റേഷ്യോ ഓഫ് സിൽക്ക് സാരി സോൾഡ് ബൈ എ ടു ദ കോട്ടൺ സാരി സോൾഡ്. അപ്പൊ എയും ബിയും പിന്നെന്തുള്ള എയും ബിയും സിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എയും ബിയും സിയും വരയ്ക്കണം. പിന്നെ ഞാൻ എന്തൊക്കെ വായിച്ച, കോട്ടൺ സാരി വായിച്ചല്ലേ, കോട്ടൺ പിന്നെ സിൽക്ക്, ഇങ്ങനെ രണ്ടായിട്ട് എഴുതണം. പിന്നെ എന്താ തന്നിട്ടുണ്ട്, സിയുടെ സിൽക്ക് സാരീസ് ടോട്ടൽ 200, അത് മാത്രം ആദ്യം തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് സിൽക്ക് സാരി സോൾഡ് ബൈ 8 ടു ദ കോട്ടൺ സാരി. റേഷ്യോ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 8x 11x എന്ന് ഏതൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എടുക്കണം. പിന്നെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ദ ടോട്ടൽ നമ്പർ ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് സാരി സോൾഡ് ബൈ ബി. ടോട്ടൽ നമ്പർ ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് സാരി സോൾഡ് ബൈ ബി ഈസ്, ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ്, ഇതും ഇതിന്റെ കൂടെ സമ്മ് 700 ആണെന്ന്. വിച്ച് ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് എ. എയുടെക്കാളും കൂടുതൽ. അപ്പൊ എയില് 25% കൂടുതൽ എന്ന് പറയുമ്പോൾ ഇത് 5 യൂണിറ്റ് ആയിരിക്കും. ഇപ്പൊ 4 യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇത് 14 കൊണ്ട് ഗുണിക്കണം. 14 ഗുണം 4 40, 56 വരും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ 560 ആയിരിക്കും. ഇനി എന്ത് നമുക്ക് തന്നിട്ടുള്ള, the average number of cotton sarees sold by A, B and C. Average number of cotton. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സമ്മ എത്ര കിട്ടും? 360 ഗുണം 3 ആയിരിക്കും ഇതിന്റെ എല്ലാം കൂടെ സമ്മ. ഇവിടെ റേഷ്യോ ഒക്കെ പറഞ്ഞിട്ടല്ല, അതൊക്കെ ഇട്ട് കൊടുത്ത് ഇതിന്റെ സമ്മ കൂടെ കണ്ടുപിടിച്ച സെറ്റായി ഡേറ്റ എല്ലാം കിട്ടും. അപ്പൊ 26ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ്, നോട്ട് ചെയ്യുക. 27 ടോട്ടൽ നമ്പർ ഓഫ് സിൽക്ക് ആൻഡ് കോട്ടൺ. നോക്കി 27 നോട്ട് ചെയ്യുക. അടുത്ത 28 60% സിൽക്ക് സാരീസ് ആൻഡ് 20% കോട്ടൺ സാരീസ് ഡിഫക്റ്റീവ് എന്നൊക്കെ പറയുക. അടുത്ത 29 നോട്ട് ചെയ്യുക. 30 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, SBIPO ഈ വർഷം മുതൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പം 30 ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. 40, 40, 30 ആക്കിയിട്ടുണ്ട്. 40 നമ്മൾ QAന്ന് 30 ക്വസ്റ്റ്യനും പിന്നീട് 35 40 ടോട്ടൽ 100 ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം QAന്ന് 30, ബാക്കി പിന്നെ 60 ഉള്ളത്, ബാക്കി 70 ഉള്ളത് 35 വീതം റീസണിങ്ങും ഇംഗ്ലീഷും ആക്കിയിട്ടുണ്ട്. അതിൽ 35 അല്ല, അങ്ങനെയല്ല, 40 ഇംഗ്ലീഷും 30 റീസണിങ് ആണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ 30 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് QA എന്നുള്ളത്. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ എക്സാം ലെവലിലാണ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റ് വെച്ചിരിക്കുന്നത്. കറക്റ്റ് എക്സാം ലെവലിലെ ക്വസ്റ്റ്യനാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലത് ഇച്ചിരി പാടും, ചിലത് ഇച്ചിരി എളുപ്പമുള്ള രീതിയിൽ. സോ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് സീരീസിൽ നമുക്ക് കാണാം. ഓക്കെ, ദെൻ ബൈ.